പൊങ്കാലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? എം വി ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാലടിയിലെത്തുന്ന അയ്യപ്പ ഭക്തന്മാർ വെള്ളവും പ്രാഥമിക സൗകര്യങ്ങളും ലഭിക്കാതെ വലയുന്നു എന്ന ആരോപണം. ദിവസേന നൂറുകണക്കിന് അയ്യപ്പന്മാരാണ് ശരണ കേന്ദ്രത്തിൽ വിരിവെക്കുന്നതിനും ഭക്ഷണം പാചകം ചെയ്യുന്നതിനും വിശ്രമിക്കുന്നതിനുമായി എത്തിച്ചേരുന്നത്. കാലടിയിലെത്തുന്ന അയ്യപ്പ ഭക്തന്മാർ വെള്ളവും പ്രാഥമിക സൗകര്യങ്ങളും ലഭിക്കാതെ വലയുന്നു. ശബരിമല തീർത്ഥാടകരുടെ മുഖ്യ ഇടത്താവളമായ കാലടിയിൽ ദിവസേന നൂറുകണക്കിന് അയ്യപ്പന്മാരാണ് ശരണകേന്ദ്രത്തിൽ വിരിവെക്കുന്നതിനും ഭക്ഷണം പാചകം ചെയ്യുന്നതിനും വിശ്രമിക്കുന്നതിനും എത്തിച്ചേരുന്നത്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇതുവരെയും ഒരുക്കിയിട്ടില്ല എന്നാണ് ആരോപണം. ഒരു ദിവസം 1000-ലധികം ആളുകൾ ഇവിടെ വരെയും അവർക്ക് വേണ്ട ശൗചാലയം പഞ്ചായത്ത് ഒരുക്കിയിരിക്കുന്നത് വളരെ മോശമാണ്. അതിനകത്തേക്ക് കടക്കാൻ തന്നെ പറ്റില്ല. ആ പ്രദേശം മൊത്തം ഇവർ രാത്രി ഇവിടെ തങ്ങുന്ന അയ്യപ്പ ഭക്തരും മറ്റും അത് ഉപയോഗിച്ചിട്ട് അത് നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. അതിനുവേണ്ട ഒരു തീരുമാനം പഞ്ചായത്ത് ഉടനെ എടുക്കേണ്ടതാണ്. ആയതിനാൽ ആ വഴി ഈ പഞ്ചായത്തിൻ്റെ സൈഡേ പോകുന്ന വഴി 2 സൈഡും ഇവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിച്ച് ആകെ ആ വഴിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് പഞ്ചായത്ത് ഭരണസമിതി ഇതിനെ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കി ഇതിൽ എത്രയും പെട്ടെന്ന് ഇടപെടണമെന്ന് നിങ്ങളുടെ മുന്നാകെ അറിയിക്കുന്നു. ഇന്ന് തന്നെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. അതല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ അയ്യപ്പ ഭക്തരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇത് നമുക്ക് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വരും. ഇപ്പോൾ ഈ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതിനെ ഇപ്പോൾ അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അതിന് അടുത്ത സൗകര്യങ്ങൾ ഒരുക്കാൻ നമുക്ക് സാധിക്കും. ഉടനെ ഇതിന് വേണ്ട കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പഞ്ചായത്ത് പൊതുശൗചാലയം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ വൃത്തിഹീനമായി കിടക്കുകയാണെന്നും അധികാരികളോട് പലവട്ടം ശോചനീയാവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരുവിധ ക്രമീകരണങ്ങളും ചെയ്തു തന്നിട്ടില്ലെന്നും ഇവർ പറയുന്നു. എത്രയും വേഗം ഇതിനൊരു നടപടി സ്വീകരിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ ജന്മം കൊണ്ട് പവിത്രമായ കാലടിയിൽ മണ്ഡലകാലത്തോടനുബന്ധിച്ച് നൂറുകണക്കിന് അയ്യപ്പ ഭക്തന്മാരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ശബരിമല തീർത്ഥാടകരുടെ മുഖ്യ ഇടത്താവളമായ കാലടിയിൽ വിരിവയ്ക്കുന്നതിനും ഭക്ഷണം പാചകം ചെയ്യുന്നതിനും ചരിത്ര പ്രാധാന്യമുള്ള ആദിശങ്കര കീർത്തിസ്തംഭ മണ്ഡപം, ശൃംഗേരി മഠം, മുതലക്കടവ് എന്നിങ്ങനെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനാണ് മല കയറുന്ന അയ്യപ്പ ഭക്തന്മാർ കാലടിയിൽ വന്നെത്തുന്നത്. പക്ഷേ കാലടിയിലെ ഇന്നത്തെ അവസ്ഥയും സാഹചര്യവും വളരെ ശോചനീയമാണ്. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാനുള്ള സൗകര്യങ്ങൾ കാലടി പഞ്ചായത്തിൻ്റെ ശൗചാലയത്തിൽ സാധ്യമല്ലാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. വളരെ വൃത്തിഹീനമായി കിടക്കുന്ന ശൗചാലയം ഉപയോഗപ്രദമാക്കി തരണമെന്ന് പലവട്ടം പഞ്ചായത്ത് അധികാരികളോടും സെക്രട്ടറിയോടും പറഞ്ഞിട്ട് വൃശ്ചിക മാസം തുടങ്ങി ഇത്രയും നാളായിട്ടും യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ല. കാലടി പഞ്ചായത്തിൻ്റെ ഈ പ്രവൃത്തികൾ ശബരിമല തീർത്ഥാടകരോടും ഹൈന്ദവ വിശ്വാസികളോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് തോന്നുന്നത്. ദിവസേന നൂറുകണക്കിന് അയ്യപ്പ ഭക്തന്മാരാണ് കാലടികളുടെ ശരണകേന്ദ്രത്തിൽ വന്നു ചേരുന്നതും കാലടി വഴി ശബരിമലയ്ക്ക് യാത്ര ചെയ്യുന്നതും. ഇവിടെ വരുന്ന തീർത്ഥാടകർ ഇവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സൗകര്യങ്ങളില്ലാത്ത കാരണം തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ വരുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് വളരെയധികം ദുരിതമാണ് കാലടി സമ്മാനിക്കുന്നത്. നിലവിലെ ശൗചാലയത്തിൻ്റെ ടോയ്ലറ്റുകൾ മൊത്തം ബ്ലോക്കായി കിടക്കുന്ന സാഹചര്യമാണ് ഇവിടെ കാണുന്നത്.